അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഒരു കഹാനിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 2 സ്കൂൾ കുട്ടികളുടെ സ്കൂൾ ദിനങ്ങളിലെ സന്തോഷവും അതുപോലെ വേർപിരിയലിൻ്റെ ദുഃഖത്തെക്കുറിച്ചിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर झिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुँचे. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. बेटा, स्याही की बोतल अभी अभी गाली हो गई है, अब तो कल ही मिल पाएगी. लेकिन इसमें तो पेन में जो स्याही दी उसे भी ज़मीन पर झिड़क दिया. बेല बोली. അപ്പോൾ എന്താണ് പറയുന്നത്? पेन में कुछ स्याही बची थी. സ്യാഹി പറഞ്ഞാൽ മഷി, ബജി പറഞ്ഞാൽ ബാക്കി. പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് മഷി നിറക്കാൻ പോകുന്നത്? അവർ സാഹിലിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അതെന്താ ചെയ്തത്? ഉസേ സാഹിലിനെ ജമീൻ പർ ജിഡക് ദിയ. അപ്പോൾ എന്താണ് സാഹിൽ ചെയ്തത്? ജമീൻ പറഞ്ഞാൽ ഭൂമി, ജിഡക് ദിയ പറഞ്ഞാൽ കുടയുക എന്നാണ് അർത്ഥം. അപ്പോൾ ആ മഷി അവന് മണ്ണിൽ കുടഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. നൈ സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോം ദുക്കാൻ പർ പഹുഞ്ചെ. നൈ സ്യാഹി പുതിയ മഷി, ഭർവാനെ പറഞ്ഞാൽ നിറക്കുക. അപ്പോൾ എന്താ പറയുന്നത്? പുതിയ മഷി നിറക്കുന്നതിന് വേണ്ടി ദോനോം ദുക്കാൻ പർ പഹുഞ്ചി, 2 പേരും, ദുക്കാൻ പറഞ്ഞാൽ കടയിൽ, പഹുഞ്ചി പറഞ്ഞാൽ എത്തിച്ചേർന്നു. അപ്പോൾ അവർ പുതിയ മഷി നിറക്കുന്നതിന് വേണ്ടി 2 പേരും കടയിൽ എത്തിച്ചേർന്നു. ഏക് പെൻ സ്യാഹി ഭർ ദോ, സാഹിൽ സെ പഹ്ലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. അപ്പോൾ എന്താ പറഞ്ഞത്? ഏക് പെൻ സ്യാഹി ഭർ ദോ, ഈ ഒരു പേനയിൽ മഷി നിറച്ചു തരൂ. സാഹിൽ സെ പഹ്ലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിലിന് മുമ്പ് ആർക്കാണ് പേനയിൽ മഷി നിറക്കേണ്ട ആവശ്യം? സാഹിലിന്. പക്ഷേ സാഹിൽ പറയുന്നതിന് മുമ്പ് ആരാ പറഞ്ഞത്? ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. ബേലയാണ് കടക്കാരനോട് പറഞ്ഞത്. ബേട്ട, അപ്പോൾ എന്താ കടക്കാരൻ പറയുന്നത്? ബേട്ട, സ്യാഹിക്ക് ബോതൽ അബി അബി ഗാലി ഹോ ഗയി ഹേ. ബേട്ട പറഞ്ഞാൽ മോനെ, ബോത്തൽ പറഞ്ഞാൽ കുപ്പി എന്നാണ് അർത്ഥം. അബി അബി പറഞ്ഞാൽ ഇപ്പോൾ. അപ്പോൾ എന്താ പറയുന്നത് കടക്കാരൻ? മോനെ, മഷിയുടെ കുപ്പി, അബി പറഞ്ഞാൽ ഇപ്പോൾ, മഷിയുടെ കുപ്പി അബി അബി ഗാലി ഹോ ഗയി. മോനെ, മഷിയുടെ കുപ്പി ഇപ്പോൾ കാലിയായതേ ഉള്ളൂ. ഗാലി പറഞ്ഞാൽ കാലിയാവുക എന്നാണ് അർത്ഥം. ഇപ്പോഴാണ് കാലിയായത്. അബുത്തോ കൽഹി മിൽപ്പായേകി. ഇനിയിപ്പോൾ നാളെ അത് കിട്ടുകയുള്ളൂ. മിൽപ്പായേകി പറഞ്ഞാൽ നാളെ ലഭിക്കുകയുള്ളൂ എന്നാണ്. കൽ പറഞ്ഞാൽ നാളെ. അപ്പോൾ ഇനി അത് നാളെ ലഭിക്കുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേൻ ജോ സ്യാഹി ദി ഉസേ ബി ജമീൻ പർ ജഡക് ദിയ. ബേല ബോലി. അപ്പോൾ എന്താണ് ബേല കടക്കാരനോട് പറയുന്നത്? ലേക്കിൻ പക്ഷേ, ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി ദി, പക്ഷേ അവൻ്റെ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഉസേ ബി ജമീൻ പർ ജിഡക് ദിയ. അതെന്താ അവൻ ചെയ്തത്? മണ്ണിൽ, ജമീൻ പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ മണ്ണിൽ നിന്നാണ്. മണ്ണിൽ ജിഡക് ദിയ, അവൻ മണ്ണിൽ അത് കുടഞ്ഞു കളയുകയാണ് ചെയ്തത് എന്ന് ബേല ആരോടെ പറഞ്ഞത്? കടക്കാരനോട്. ബേല ബോലി. ഇനി അടുത്ത പാരഗ്രാഫ്. बादल को देखकर गधे को नहीं टुलाना चाहिए, दुकान वाले भैया ने कहा और पूछा, कौन सी में पढ़ते हो? 5वीं में. साहिल ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. दोनों दुकान वाले भैया ने कहा, हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे गुश होकर बताया जैसा यह कोई बहुत बड़ी बात हो. अब എന്താണ് പറയുന്നത്? ബാദൽ കോ ദേഖ് ഖർ ഗഡേ കോ നെഹിം ടുലാന ചാഹിയ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. മേഘത്തെ നോക്കിയിട്ട്, അതായത് മഴക്കാറ് കണ്ടിട്ട്, ഗഡേ പറഞ്ഞാൽ കുടം, ഗഡേക്കോ നെഹിൻ ടുലാന, ടുലാന പറഞ്ഞാൽ കളയരുത് എന്നാണ് അർത്ഥം. അതായത് മഴക്കാറ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും കുടം കമഴ്ത്തരുത് എന്നാണ്. ദുക്കാൻ ഭയ്യാനെ കഹ ഔർ പൂച്ച. ദുക്കാൻ കടക്കാരൻ, ദുക്കാൻ വാല പറഞ്ഞാൽ കടക്കാരൻ,
ഈ കുട്ടികൾ ഇവനോട് എന്താ പറയുന്നത്, മഴക്കാർ കണ്ടിട്ട് ആരെങ്കിലും കുടം കമഴ്ത്തുമോ എന്നാണ് ചോദിക്കുന്നത്. ഗഡേ പറഞ്ഞാൽ കുടം, തുലാന പറഞ്ഞാൽ കളയരുത്. ദുക്കാൻ വാലെ ബയാനെ കഹ, ദുക്കാൻ വാല ആ കടക്കാരൻ സാഹിലിനോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒന്നും കൂടി ചോദിക്കുകയാണ്, കോൺസിമേം പഠിത്തേ ഹോ, എത്രാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പാഞ്ച്വീമേം, സാഹിലിനെ ഐസെ ബുരേ മനസ്സേ ബത്തായ. അപ്പോൾ അതിനുത്തരം ആരാ പറയുന്നത്, സാഹിലാണ് പറയുന്നത്. സാഹിൽ എങ്ങനെ പറയുന്നത്, ബുരേ മനസ്സേ, അതായത് വളരെ സങ്കടത്തോടെയാണ് അവൻ പറയുന്നത്. എന്താ അവനക്ക് സങ്കടപ്പെടാൻ എന്താ അവൻ്റെ കാരണം, അവൻ്റെ പേനയിൽ മഷിയില്ല, അതുകൊണ്ട് അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് സങ്കടത്തോടെയാണ് പറയുന്നത്. ജയ്സെ പാഞ്ച്വീമേം പഠന പാബുഹോ, എങ്ങനെയാണ് അവൻ പറയുന്നത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ ഒരു പാപം പോലെയാണ് അവൻ പറയുന്നത്. പറയുന്നത് കേട്ടാൽ എന്തോ ഒരു പാപം പറയുന്നത് പോലെ തോന്നും, അതുപോലെയാണ് അവൻ പറയുന്നത്. അപ്പം എന്താ ദുക്കാൻ വാല ചോദിക്കുന്നത്, ധോനം പറഞ്ഞാൽ 2 പേരും, ദുക്കാൻ വാലെ ബയ്യാനെ കഹ, 2 പേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് എന്ന് കടക്കാരൻ ചോദിക്കുകയാണ്. ഹാം ധോനം ഔർ ഹം ധോനം കാ സെക്ഷൻ ബി ഏക് ഹി ഹേ യേ. അപ്പം എന്താണ് അതിനുത്തരം പറയുന്നത്, ബേലയാണ്. ഹാം ധോനം, ഞങ്ങൾ 2 പേരും, ഔർ ഹം ധോനം കാ സെക്ഷൻ ബി ഏക് ഹി ഹേ യേ. സെക്ഷൻ പറഞ്ഞാൽ ഡിവിഷൻ എന്നാണ് അർത്ഥം. ഞങ്ങൾ 2 പേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ സെക്ഷനും, അതായത് ഞങ്ങളുടെ ഡിവിഷനും ഒന്ന് തന്നെയാണ്. ഏതാണ് അവരുടെ ഡിവിഷൻ, യേ. സെക്ഷൻ ബി ഏക് ഹി ഹേ യേ. ബേലാനെ ഐസെ ഗുഷ് ഹോക്കർ ബത്തായ. അപ്പോൾ ബേല അതെങ്ങനെയാണ് പറയുന്നത്, വളരെ ഗുഷ് ഹോക്കർ പറഞ്ഞാൽ, ഗുഷ് പറഞ്ഞാൽ സന്തോഷം, വളരെ സന്തോഷത്തോടെയാണ് ബത്തായ പറയുന്നത്. ജയ്സെ യഹ് കോയി ബഹുത്ത് ബഡി ബാത്ത് ഹെ, എങ്ങനെ എന്നാൽ ഇത് എന്തോ ഒരു വലിയ കാര്യമാണ് എന്ന രീതിയിലാണ് അവൾ വളരെ നല്ല സന്തോഷത്തോടു കൂടിയാണ് അവളത് പറയുന്നത്. അപ്പോൾ ഈ 2 പാരഗ്രാഫിൽ എന്താ പറയുന്നത്, മഷിയില്ലാതെ അവർ മഷി നിറക്കാൻ കടക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ കടക്കാരൻ പറയുന്നു മഷിയില്ല, നാളെ വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് സാഹിൽ എന്താ, അവൻ്റെ മഷിയിൽ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് മണ്ണിൽ അവൻ കുടഞ്ഞു കളഞ്ഞു. അപ്പോൾ ബേല പറയാണ്, ഇവൻ്റെ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, കടക്കാരനോട് പറയാണ് അതവൻ മണ്ണിൽ കുടഞ്ഞു കളഞ്ഞു. അപ്പോൾ കടക്കാരൻ പറയാണ്, ആരെങ്കിലും മേഘത്തെ കണ്ടിട്ട് കുടം കമിഴ്ത്തുമോ എന്നാണ് ചോദിക്കുന്നത്. പിന്നീട് അതിന് ശേഷം കടക്കാരൻ നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സാഹിൽ വളരെ ദുഃഖത്തോടെ പറയാണ് 5ാം ക്ലാസ്സിലാണ്. പിന്നെ കടക്കാരൻ ചോദിക്കുകയാണ് 2 പേരും ഒരു ക്ലാസ്സിലാണോ എന്ന്. അപ്പോൾ ബേല വളരെ സന്തോഷത്തോടെ കൂടി പറയാണ്, ഞങ്ങൾ 2 പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അതുപോലെ ഒരേ സെക്ഷൻ കൂടിയാണ് ഞങ്ങളുടെ 2 പേരുടെയും കൂടി എന്ന് അവൾ വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ്, क्लास में दोनों पास पास बैठते थे, कॉपी में काम करते तो दोनों कॉपी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, बल्कि पाठ भी एक भी ही पढ़ते. साहिल चमक उड़ी सन 57 में वह तलवार पुरानी दी पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी दी पढ़ती थी. बेला कहती बहन जी पानी पीने चली जाऊँ, साहिल भी कहता बहन जी पानी पीने चला जाऊँ. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്, ക്ലാസ് മേം ദോനോം പാസ് പാസ് ബൈഠ്തേ ഥേ. അപ്പോൾ അവർ 2 പേരും ക്ലാസ്സുകളിലും, പാസ് പറഞ്ഞാൽ അടുത്തടുത്താണ്, ബൈഠ്തേ ഥേ ഇരുന്നിരുന്നത്. അപ്പോൾ അവർ 2 പേരും ക്ലാസ്സിലും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കാപ്പി മേം കാം കർത്തേ തോ ദോനം കാപ്പി മേം കാം കർത്തേ ഥേ. കാപ്പി പറഞ്ഞാൽ നോട്ട് അല്ലെങ്കിൽ വർക്ക് ബുക്ക്. ഈ കോപ്പി അതായത് ഈ നോട്ടുകൾ 2 പേരും ഒരുമിച്ചിട്ടാണ് അതിലെ വർക്കുകളൊക്കെ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. ഒരാൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ അപ്പം മറ്റാളും ബുക്ക് തന്നെ വായിച്ചിരുന്നത്.
അപ്പോൾ അവർ രണ്ടുപേരും ഒരേ കാര്യങ്ങളാണ് ചെയ്തിരുന്നത് എന്നാണ് ഈ ഭാഗത്തു നിന്നും പറയുന്നത്. സാഹിൽ चमक उड़ी सन 57 में वह तलवार पुरानी दी पड़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी दी. അപ്പോൾ ആരാണ് സാഹിൽ? ഒരു പാഠഭാഗത്തിൻ്റെ വരിയാണിത്. ചമക് ഉഡീസൻ 57 में वह तलवार पुरानी दी. അതായത് 57 തിളങ്ങിയ ആ വാൾ പഴയതായിരുന്നു എന്നാണ്. അതൊരു കവിതയുടെ ഭാഗമാണ്. സുഭദ്ര കുമാരി ചൗഹാൻ എഴുതിയ ഝാൻസി റാണി എന്ന കവിതയുടെ ഒരു ഭാഗമാണ് അത്, ഒരു വരിയാണത്. അപ്പോൾ അതാണ് ഒരാൾ സാഹിൽ വായിച്ചിരുന്നെങ്കിൽ അത് തന്നെയാണ് ബേലയും വായിച്ചിരുന്നത്. പിന്നെന്താ പറയുന്നത്? ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാഹും. ബേല സാഹിലിനോട് പറയാണ്, ബഹൻജി സഹോദര നമുക്ക് വെള്ളം കുടിക്കാൻ പോകാം എന്ന് ചോദിക്കുമ്പോൾ സാഹിൽ ബി കഹത്താദ, സാഹിലും പറയുമായിരുന്നു ബഹൻജി പാനി ബി ചലാ ജാവും. എന്താണ് സഹോദരി വെള്ളം കുടിക്കാൻ നമുക്ക് പോകാം എന്ന് ആര് പറയുമായിരുന്നു? സാഹിലും പറയുമായിരുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്. ഗണിത് കെ മത് സാബ് സുരേന്ദ്ര ജി കാ പീരിയഡ് ഗേൽ ഗണ്ടി के बाद आता था. बच्चे उनसे कांपते थे और गेल गंडी के बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ എന്താണ് പറയുന്നത്? ഗണിത് മാസ്റ്റർ സാബ് സുരേന്ദ്ര ജി കാ പീരിയഡ് ഗേൽ കി ഗണ്ടി കെ ബാദ് ആത്താ ഥാ. ഗണിത മാസ്റ്ററായ സുരേന്ദ്രജിയുടെ പീരീഡ് കളി പീരീഡിന് ശേഷമാണ്. അതായത് ഗേൽഗണ്ടി പറഞ്ഞാൽ കളി പീരീഡിന് ശേഷമാണ്. ബച്ചെ അടുത്തത് എന്താ പറയുന്നത്? ബച്ചെ ഉൻസെ കാംതേദേ. കുട്ടികൾ കാംതേദേ പറഞ്ഞാൽ ഭയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ വിറച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബച്ചെ ഉൻസെ കാംതേദേ, കുട്ടികൾ അദ്ദേഹത്തെ പേടിച്ചിരുന്നു അല്ലെങ്കിൽ ഭയപ്പെട്ടിരുന്നു. ഔർ ഗേൽഗണ്ടി കെ ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പഹലെ ഹി അപ്പിനി അപ്പിനി ജഗഹ് പർ ആക്കർ ബൈറ്റ് ജാത്തത്. അപ്പോൾ അദ്ദേഹത്തെ പേടിച്ചതുകൊണ്ട് കുട്ടികൾ എന്താ ചെയ്തിരുന്നത്? ഗേൽഗണ്ടിക്ക് ബന്ദ് ഹോനേസെ 2 മിനിറ്റ് പഹലെ, കളിയുടെ ആ പീരീഡിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്പിനി അപ്പിനി ജഗഹി പർ ബൈറ്റ് ജാത്തത്, അവരവരുടെ സ്ഥലങ്ങളിൽ വന്നിട്ട് അവർ ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ഗണിത മാസ്റ്ററായ സുരേന്ദർജിയെ കുട്ടികളെല്ലാവരും ഭയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പീരീഡ് കളി പീരീഡിന് ശേഷമാണ്. പക്ഷേ അദ്ദേഹത്തെ ഭയപ്പെട്ടത് കൊണ്ട് കുട്ടികൾ കളിയുടെ പീരീഡ് കഴിഞ്ഞതിൻ്റെ 2 മിനിറ്റ് മുമ്പ് തന്നെ അവരവരുടെ സ്ഥലങ്ങളിൽ വന്ന് ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ്. सुरेंद्र जी मास्टर साहब इसी पीरियड में काफ़ी छांचते थे. ज़रा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. अब എന്താണ് പറയുന്നത്? സുരേന്ദ്ര മാസ്റ്റർ ജി പീരിയഡ് മേം കാപ്പി ഛാഞ്ചത്തെ थे. സുരേന്ദ്ര മാഷ്, ആ കണക്ക് മാഷ് ആ പീരീഡിൽ നോട്ട്ബുക്ക് ചാഞ്ചത്തേതേ പറഞ്ഞാൽ ചെക്ക് ചെയ്യുമ്പോൾ, ചാഞ്ചിന പറഞ്ഞാൽ ചെക്ക് ചെയ്യുക, അതായത് നോക്കുക എന്നൊക്കെ പറയും. ജരാസി ഗലത്തി പർ, ജര പറഞ്ഞാൽ ചെറിയ, ഗലത്തി പറഞ്ഞാൽ തെറ്റ്. ജരാസി ഗലത്തി പർ ബച്ചോംകോ ഇധർ ഉധർ ഫേങ്ക് ദേത്തത്. ഒരു ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇധർ ഉധർ പറഞ്ഞാൽ കുട്ടികളെ അവിടേക്കും ഇവിടേക്കും എന്ന് പറയുന്നത്. ഫേങ്ക് ദേത്തേത് പറഞ്ഞാൽ, ഫേങ്കിനെ പറഞ്ഞാൽ എറിയുക എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ചെയ്തിരുന്നു, തള്ളി മാറ്റിയിരുന്നു എന്നാണ് പറയുന്നത്. യാ ജാപ്പട് മാറിനെ ലഗത്തേത്. പിന്നെ ജാപ്പട് മാറിന പറഞ്ഞാൽ കഠിനമായി തല്ലുക എന്നാണ് അർത്ഥം. പിന്നെ അദ്ദേഹം എന്താ ചെയ്തിരുന്നു? കഠിനമായി തല്ലുകയും ചെയ്തിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ രൂക്ന ഭൂൽ ജാത്താ. അപ്പോൾ എന്താ പറയുന്നത്? ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ, തോ രൂക്ന ഭൂൽ ജാത്താ, അദ്ദേഹം നിർത്താൻ അദ്ദേഹം മറക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂൽന പറഞ്ഞാൽ മറക്കുക, രൂക്ന പറഞ്ഞാൽ നിർത്തുക. അദ്ദേഹം അത് നിർത്താൻ അദ്ദേഹം മറക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഈ പാരഗ്രാഫിൽ പറയുന്നത്? ഈ കണക്ക് മാഷ്
കോപ്പിയൊക്കെ അതായത് അവരുടെ വർക്ക് ബുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ചെറിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ടും പിന്നെ അദ്ദേഹം കഠിനമായി തല്ലുകയും ചെയ്യുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹം അത് നിർത്താൻ മറക്കുമായിരുന്നു എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി അടുത്തത്, ഏക് ദിൻ സുരേന്ദ്രജി മാസ്റ്റർ സാബ് ने बेला के बालों पंजा फंसाया पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती दी ही नहीं. उन्होंने बेला को छोड़ दिया. बेला को भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला की पाँव अभी भी कांप रहे हैं जैसे वह गड़गड़े अभी गिर जाएगी. सुरेंद्र जी मास्टर साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. हम എന്താണ് പറയുന്നത്? एक दिन सुरेंद्र जी मास्टर साहब ने बेला के बालों में पंजा फंसाया. ഒരു ദിവസം ഈ സുരേന്ദ്രജി മാസ്റ്റർ സാബ് ബേലാക്കെ ബാൽ പറഞ്ഞാൽ മുടി, പഞ്ച പറഞ്ഞാൽ കൈപ്പത്തി, ഫാംസായ പറഞ്ഞാൽ പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഒരു ദിവസം ഈ മാസ്റ്റർ ബേലയുടെ മുടി അദ്ദേഹത്തിൻ്റെ കൈകളിൽ പിടിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे. പക്കടുക്കർ പറഞ്ഞാൽ പിടിക്കുക, ഫേങ്കിനെ വാലെ പറഞ്ഞാൽ എറിയുക, ഇവിടെ തള്ളി മാറ്റുക എന്നാണ് അർത്ഥം. എന്ത് തെറ്റിനാണോ ജിസ് ഗലത്തിക്കോ പാക്കർ, എന്ത് തെറ്റ് കണ്ടിട്ടാണോ ഉസ്കെ ബാൽ പക്കടുക്കർ അവളുടെ മുടി പിടിച്ചത്, ഫേങ്കിനെ വാലേത് വഹ് ഗലത്തി ദിഹി നെഹിം, അങ്ങനെ ഒരു തെറ്റ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തെറ്റ് കണ്ടിട്ടാണോ അവളെ മുടി പിടിച്ച് വലിച്ചത്, പക്ഷേ ആ തെറ്റ് അത് സംഭവിച്ചിട്ടില്ല. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അത് മനസ്സിലാക്കി അദ്ദേഹം എന്താ ചെയ്തത്, ചോടിന പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. അപ്പോൾ അദ്ദേഹം അവളുടെ അടുത്ത് തെറ്റ് കണ്ടപ്പോഴാണ്, തെറ്റുണ്ട് എന്ന് കണ്ടിട്ടാണ് അയാൾ അവളുടെ മുടി പിടിച്ചത്. പക്ഷേ അങ്ങനെ ഒരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയ സാറ് ഉനോനെ ബേലാക്കോ ചോട് ദിയ, അയാൾ എന്താ ചെയ്തത്, ആ മാസ്റ്റർ അവളുടെ മുടി കയ്യിൽ നിന്നും വിട്ടു എന്നാണ് പറയുന്നത്. ചോടിന പറഞ്ഞാൽ ഉപേക്ഷിച്ചു. ബേലാക്കോ ഭയഭീത് ചെഹ്രേക്കോ ദേക്കർ സാഹിൽ ബുരി തരഹ ഡർ ഗയാ. അപ്പോൾ ബേലയുടെ ഭയഭീത് പറഞ്ഞാൽ ഭയം നിറഞ്ഞ, ചെഹ്രെ പറഞ്ഞാൽ മുഖം, ഈ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് ബുരി തരഹ ഡർ ഗയാ സാഹിൽ വളരെയധികം പേടിച്ചു എന്നാണ് പറഞ്ഞത്. ഡർ ഗയ പറഞ്ഞാൽ പേടിച്ചു. उसने देखा कि बेला के पाँव अभी भी कांप रहे हैं. അപ്പോൾ അവൻ പിന്നെ കാണുകയാണ് ബേലയുടെ പാവ് പറഞ്ഞ കാല് അബീബി കാമ്പ് രഹേ, അപ്പോൾ അവളുടെ കാലുകൾ ഇപ്പോഴും വിറക്കുന്നത് അവൻ കണ്ടു. ജയ്സെ വഹ് ഗഡ്ഗഡെ അബി ഗിർ ജായകെ, എങ്ങനെയാണ് അവൻ കണ്ടത്, അവൾ ഇപ്പോൾ ഗിർ ജായകെ പറഞ്ഞാൽ വീണു പോവും എന്നാണ് അർത്ഥം. അവൾ ഇപ്പോൾ വീണു പോവും എന്നുള്ള രീതിയിലാണ് അവളുടെ കാലുകൾ വിറക്കുന്നത്. सुरेंद्र जी मास्टर साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. പിന്നെ അപ്പോൾ എന്താ സുരേന്ദ്ര സാബ് ചെയ്തത്, മാസ്റ്റർ സാബ് ചെയ്തത്, അവളുടെ ആ ബുക്ക് ഉസ്കെ ബൈഠ്നേക്ക് ജഗഹ് പർ, അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ് ബൈഠ് അപ്നി ജഗഹ് പർ, നിൻ്റെ സ്ഥലത്ത് പോയിരിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ, ഒരു ദിവസം കണക്ക് സാറ് ബേലയുടെ മുടി പിടിച്ചു. പക്ഷേ എന്ത് തെറ്റിന് വേണ്ടിയാണ് അയാൾ അവളുടെ മുടി പിടിച്ചത്, പക്ഷേ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവളുടെ മുടി അവളുടെ ആ തെറ്റില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവളെ വിട്ടു. എന്നിട്ട് പക്ഷേ ഇത് കണ്ട സാഹിലിന് വളരെയധികം സാഹിൽ പേടിച്ചു വിറച്ചു. പിന്നെ അവൻ അവളുടെ കാലുകൾക്ക് നോക്കുമ്പോൾ അവൾ ഇപ്പോൾ വീഴും എന്ന തരത്തിലാണ് അവൾ നിൽക്കുന്നത്. എന്നിട്ട് ഈ സാറ് അവളുടെ കോപ്പി അവളുടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, അവിടെ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ്, बेला का मन बहुत खराब हो गया. मास्टर साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है.
जब वह उसके पास आकर बैठी उसे नज़र नहीं मिला पाई. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? ബേലെ കാ മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയാ. ബേലയുടെ ആ മനസ്സ്, മൻ പറഞ്ഞ മനസ്സ് വളരെ അധികം, ഖരാബ് പറഞ്ഞാൽ കുഴപ്പത്തിലായി അല്ലെങ്കിൽ വിഷമത്തിലായി എന്നൊക്കെയാണ് അർത്ഥം. ബേലയുടെ മനസ്സ് വളരെ അധികം വിഷമത്തിലായി. എന്തിനാണ്? മാസ്റ്റർ സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നെഹി. മാസ്റ്റർ സാബ് എന്നെ പീട്ടിലേന പറഞ്ഞ തല്ലുക. മാസ്റ്റർ സാബ് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ. ചാഹെ പറഞ്ഞാൽ ആഗ്രഹിക്കുക. മഗർ പക്ഷേ സാഹിൽ കെ സാമനെയും സാഹിലിൻ്റെ മുന്നിൽ വെച്ചിട്ടാവരുത് എന്ന് മാത്രം. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിദ മഹ്സൂസ് കർ രഹി थी. അവൾക്ക് എന്താണ് തോന്നിയത്? സാഹിലിൻ്റെ മുന്നിൽ, ഖുദ് പറഞ്ഞാൽ സ്വയം, സാമനെ പറഞ്ഞാൽ മുന്നിൽ, സാഹിലിൻ്റെ മുന്നിൽ അവൾ സ്വയം ഷർമിദ മഹ്സൂസ് കർ രഹി थी. അവൾക്ക് നാണക്കേട്. ഷർമിദ പറഞ്ഞാൽ നാണക്കേട്, മഹ്സൂസ് കർ രഹി थी പറഞ്ഞാൽ അനുഭവപ്പെട്ടു. അപ്പോൾ അവൾക്കൊരു നാണക്കേട് അവൻ്റെ മുന്നിൽ അനുഭവപ്പെട്ടു. ക്യോംകി വഹ് ജാൻതി ദി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. അപ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് നാണക്കേട് അനുഭവപ്പെട്ടത്? എന്താണ്? ക്യോംകി വഹ് ജാൻതി ദി കി, അവൾക്കറിയാമായിരുന്നു. വഹ് സാഹിൽ കി നസർ മേം, നസർ പറഞ്ഞാൽ ദൃഷ്ടി എന്നാണ് അർത്ഥം. അവൾ സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബഹുത്ത് അച്ചി ഹെ, സാഹിലിൻ്റെ ആ കാഴ്ചപ്പാടിൽ അവൾ വളരെ നല്ല കുട്ടിയാണ് എന്നാണ് അവൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ് അവളുടെ മുടി വലിച്ചപ്പോൾ സാഹിലിൻ്റെ മുന്നിൽ നിന്നായതുകൊണ്ട് അവൾക്കത് വളരെയധികം കുഴപ്പത്തിലാക്കുകയും വിഷമത്തിലാക്കുകയും സ്വയം നാണക്കേട് തോന്നുകയും ചെയ്തത്. എന്നിട്ട് അവൾ വിചാരിക്കുകയാണ്, സാർ എന്നെ തല്ലിയാലും കുഴപ്പമില്ല, അത് സാഹിലിൻ്റെ മുന്നിൽ നിന്ന് ആവരുത് എന്ന് മാത്രമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ബഹുത്ത് അച്ചി ഹേ, നസർ മേം ബഹുത്ത് അച്ചി ഹേ. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നെഹി മില. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നു, പക്ഷെ അവൾക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല. അതായത് അവളുടെ ദൃഷ്ടി ഉയർത്താൻ അവൾക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്.